മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര വിവാദത്തിൽ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയെ വീണ്ടും ന്യായീകരിച്ച മന്ത്രി കെ മുരളീധരൻ. ഹെലികോപ്റ്റർ യാത്രയൊക്കെ സ്വാഭാവികമാണെന്നും ഇതൊന്നും വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. ഹെലികോപ്റ്ററിലൊക്കെ കയറുന്ന എന്താ കുഴപ്പം? മുമ്പ് മുഖ്യമന്ത്രിമാർ കയറിയിട്ടല്ല. ഏറ്റവും കൂടുതൽ ഹെലികോപ്റ്റർ യാത്ര ചെയ്ത് കേൾക്കാരനായിരുന്നു. പിന്നെന്താ കുഴപ്പം? അല്ല, പിന്നെ ഹെലികോപ്റ്റർ പെട്ടെന്ന് ഒരാവശ്യം വന്നാലല്ലേ ഹെലികോപ്റ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കാറിൽ പോയാൽ പോരെ. കാറും ട്രെയിനും എത്താൻ വൈകുന്നിടത്താണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കുക. അത് സാധാരണ പതിവാണ്. പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ കയറിയ ഞങ്ങൾ ആരും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അതേസമയം സർക്കാർ ഹെലികോപ്റ്റർ സ്വന്തം കാര്യത്തിന് ഉപയോഗിച്ച മുഖ്യമന്ത്രി ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് മുൻ മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കി. കഴിഞ്ഞ സർക്കാർ ഔദ്യോഗിക ആവശ്യത്തിനാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നത്. അന്ന് മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച ആളാണ് വി ഡി സതീശനെന്നും പൊതുമുതൽ ദുരുപയോഗം ചെയ്ത യാത്രയുടെ ചെലവ് മുഴുവൻ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഈടാക്കണമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയെ സംബന്ധിച്ചാണ് പറയാനുള്ളത്. സർക്കാർ ഹെലികോപ്റ്റർ സ്വന്തം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തിലെ ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ യാത്രയിൽ ചിലവായ ഫണ്ട് എവിടെ നിന്നാണ് ഈടാക്കുന്നത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണം. പ്രളയ ദുരിതാശ്വാസത്തിനോ അടിയന്തര ഔദ്യോഗിക ആവശ്യങ്ങൾക്കോ അല്ല, മറിച്ച് തികച്ചും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് 2 തവണ ഹെലികോപ്റ്റർ പറന്നത്. മുൻ സർക്കാരിൻ്റെ കാലത്ത് നാടിൻ്റെ അടിയന്തര ആവശ്യങ്ങൾക്കാണ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ ഭരണാധികാരികൾ സ്വന്തം സുഖ സവാരിക്കാണ് അത് ഉപയോഗിക്കുന്നത്. പൊതുമുതൽ ദുരുപയോഗം ചെയ്ത ഈ യാത്രയുടെ മുഴുവൻ ചെലവും മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഈടാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതാണ് സാമാന്യ മര്യാദ എന്ന് പറയുന്നത്. നൃപൻ കൂടി ചേരുന്നുണ്ട്. നൃപൻ, ഈ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ ഈ മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കിയത് ഇതൊരു സ്വാഭാവിക യാത്രയാണ്, ഇതിൽ വിവാദമൊന്നും ആക്കേണ്ട കാര്യമില്ലെന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ വി ശിവൻകുട്ടി വ്യക്തമാക്കിയതുപോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഈ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട്. അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി ഡി സതീശൻ തന്നെയായിരുന്നു അന്ന് മുൻപന്തിയിലുണ്ടായിരുന്നത്. തീർച്ചയായും അവന്തിക, മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഈ സ്വകാര്യ യാത്ര, അത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചു, സർക്കാരിൻ്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അദ്ദേഹം സ്വകാര്യമായി യാത്ര നടത്തി എന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലാണ് വാർത്തകൾ പുറത്തു വന്നത്. വലിയ തരത്തിൽ വിവാദമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ വിശദീകരണം ഔദ്യോഗികമായി ഇതുവരെ വന്നിട്ടില്ല. മുഖ്യമന്ത്രി കാര്യങ്ങളിൽ എന്തുകൊണ്ട് ഇങ്ങനൊരു യാത്ര നടത്തി, അതങ്ങനെ സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടി ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാമോ, സർക്കാരിൻ്റെ പണം ഇങ്ങനെ ദൂർത്തടിച്ച് കളയാനാകുമോ, അത്തരത്തിലുള്ള ചോദ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ അവന്തിക സൂചിപ്പിച്ചതുപോലെ മന്ത്രി കെ മുരളീധരനാണ് ന്യായീകരിച്ച് ഇന്ന് രംഗത്തെത്തിയത്. അദ്ദേഹം പറഞ്ഞു ഇതൊന്നും വലിയ വിവാദമാക്കേണ്ട കാര്യമില്ല, ഇതൊരു സ്വാഭാവിക യാത്ര മാത്രമാണ്. അങ്ങനെ മുഖ്യമന്ത്രിമാർക്ക് സന്ദർശിക്കുന്നതിൽ, ഈ ഹെലികോപ്റ്ററിൽ സന്ദർശിക്കുന്നതിൽ വലിയ വിവാദമാക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചിട്ടുള്ള കണക്കെടുക്കുകയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ ഹെലികോപ്റ്റർ യാത്ര നടത്തിയത് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കെ കരുണാകരനാണ്. പിണറായി വിജയൻ മുൻ സർക്കാരിൻ്റെ കാലത്ത് ഹെലികോപ്റ്ററിൽ യാത്ര നടത്തിയ സംബന്ധിച്ച് തങ്ങൾ ഒരു തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്ന വിചിത്രമായ വാദവും കെ മുരളീധരൻ ഉന്നയിച്ചു. അതിനാണ് ഇന്ന് മുൻമന്ത്രി കൂടിയായിട്ടുള്ള വി ശിവൻകുട്ടി അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞത് താൻ കൂടി ഉണ്ടായിരുന്ന നിയമസഭയിൽ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വളരെ മോശം പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഹെലികോപ്റ്ററിന്റെ ഉപയോഗത്തെ സംബന്ധിച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ വിമർശിച്ചത്. അന്നത്തെ സർക്കാർ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ച ഔദ്യോഗിക യാത്രകൾക്ക് വേണ്ടി മാത്രമാണ്. മറ്റൊന്ന്, ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയമാറ്റൽ ശസ്ത്രക്രിയ പോലെയുള്ള അങ്ങനെയുള്ള ഈ അവയവങ്ങൾ കൊണ്ടുപോകുന്നതിനടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. അങ്ങനെ സർക്കാർ ഇത്ര കാര്യങ്ങൾക്ക്, അവശ്യ കാര്യങ്ങൾക്കും ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച ഹെലികോപ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ യാത്രയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉപയോഗിച്ചത്. അത് വലിയ വിവാദമാകുന്നു. ഒപ്പം തന്നെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട ഏകോപനത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന ആരോപണം ഇപ്പോൾ പി രാജീവും ഒപ്പം തന്നെ മുൻമന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എം പി ആയിട്ടുള്ള എ റഹീം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പൊന്നാനിയിൽ പോയി ഒരു ലീഗ് നേതാവിൻ്റെ വീട്ടിൽ ഒരു വിരുന്ന് സൽക്കാരം നടത്തിയ സംബന്ധിച്ചുള്ള വിമർശനം എ റഹീം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഇപ്പോൾ വി ശിവൻകുട്ടിയും അത് ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം
പറഞ്ഞത് ഈ മഴക്കെടുതി ഏകോപനം മുൻപ് ഒരു സർക്കാർ ഉണ്ടായിരുന്നു. അന്ന് ഈ പ്രളയകാലത്ത് കോവിഡ് കാലത്തൊക്കെ തന്നെ മുന്നിൽ നിന്ന് നയിച്ച ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പിണറായി വിജയനായിരുന്നു. ഇന്ന് ഒരു സർക്കാർ മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ആ ഏകോപനമല്ല, അവിടെ പോയി വിരുന്ന് സൽക്കാരത്തിൽ പോയി ഇരുന്ന് ഈ ചിക്കനും മട്ടനും കഴിക്കുന്നതിലാണ് ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് ശ്രദ്ധ എന്ന തരത്തിലുള്ള വിമർശനമാണ് വി ശിവൻകുട്ടി മുന്നോട്ട് വെച്ചത്. അങ്ങനെ രണ്ട് കാര്യങ്ങൾ വിവാദമാകുന്നു. കാരണം പ്രളയം പോലെയുള്ള വലിയ മഴക്കെടുതി ഉള്ള ഘട്ടത്തിൽ അതിൻ്റെ ഏകോപനം സാധ്യമാക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇറങ്ങുന്നില്ല എന്ന വിമർശനമുണ്ട്. പലയിടത്തും ആ താളം തെറ്റിയെന്ന വിമർശനം ഇപ്പോൾ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് പൊന്നാനിയിൽ ഒരു ലീഗ് നേതാവിൻ്റെ വീട്ടിൽ പോയി വിരുന്ന് കഴിക്കുന്നതിൻ്റെ വീഡിയോ അടക്കം പുറത്തു വരുന്നത്. ഒപ്പമാണ് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ യാത്രയും വലിയ തരത്തിൽ വിവാദമാകുന്നത്. വി ശിവൻകുട്ടി പറഞ്ഞത് ഇത് സ്വകാര്യമായ യാത്രയാണ്, ഇതിനുള്ള പണം ആരാണ് നൽകുന്നത്, ഈ പണം സർക്കാർ ഖജനാവിൽ നിന്ന് ഈടാക്കാൻ പാടില്ല, അത് മുഖ്യമന്ത്രി സ്വകാര്യ യാത്രയായതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്ന് ആ പണം മുഖ്യമന്ത്രി വ്യക്തിപരമായി നൽകേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു തരത്തിലെ ബന്ധമില്ല. പ്രസംഗിക്കുമ്പോൾ പ്രതിപക്ഷത്തിലിരിക്കുമ്പോൾ ഒന്ന് പ്രസംഗിക്കുക, ഭരണത്തിൽ വരുമ്പോൾ അതിന് നേർവിപരീതമായ കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് കള്ളം പറയാൻ വേണ്ടി മാത്രം നിരന്തരം നുണ പറയുന്ന ആളായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, നാവെടുത്താൽ നുണ മാത്രം പറയുന്ന ആളായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ മാറി എന്ന തരത്തിലുള്ള ആരോപണമാണ് വി ശിവൻകുട്ടി ഉന്നയിച്ചിട്ടുള്ളത്. പി രാജീവും ഒപ്പം തന്നെ LDF-ൻ്റെ നേതാക്കളൊക്കെ സമാനമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ യാത്ര സംബന്ധിച്ച് സർക്കാർ ന്യായീകരണവുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ എത്തിയെങ്കിലും ഇത് കോൺഗ്രസിനുള്ളിലും വലിയ തരത്തിൽ മോശമായി പോയി, അങ്ങനെ ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഇടയിലും ചർച്ചയാവുന്നുണ്ട്. ഈ കോൺഗ്രസിൻ്റെ തന്നെ സൈബർ ഗ്രൂപ്പുകൾ ആ നിലയ്ക്ക് മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അവന്തിക.